ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ള ആളുകൾക്ക് കാണുമ്പോൾ എന്താ ഇതാണ് ഇപ്പോൾ സ്പെഷ്യൽ എന്നൊക്കെ വിചാരിക്കട്ടെ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 23-ാം തീയതിയാണ്. 22-ാം തീയതി ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് എനിക്ക് നല്ല സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു സർപ്രൈസ് ആദ്യമായിട്ടാണ് കേട്ടോ ഏറ്റു വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ കേക്കും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാനിത് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി ഹസ്ബൻഡിന് ഏതായാലും ഇപ്പം ഇനി ഒരു പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാമെന്നല്ലാതെ മൂപ്പരൊന്നും എടുക്കലില്ല. അപ്പോൾ ഞാനൊരു ദിവസം മോളേറ്റും പോയിക്കാണ്ട് ഞാൻ മൂപ്പർക്ക് ഒരു പാൻറ്റും ഷർട്ടും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏതായാലും ഉപ്പാക്ക് കൊടുക്കൂല, എന്നാൽ പെരുന്നാൾക്കുള്ളതുമായി ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കലുമായി പറഞ്ഞാണ്ട് അങ്ങനെ ഹസ്ബൻഡിന് ഒരു പാൻറ്റും ഷർട്ടും ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇതൊക്കെ എൻ്റെ മോൾക്കറിയട്ടോ. മോളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കളിച്ച ആൾ കേട്ടോ. ഓൾ അതൊന്നും മുണ്ടിയില്ല. അപ്പോൾ ഓളിങ്ങനെ പറഞ്ഞു നമുക്ക് കേക്ക് വാങ്ങല്ല അപ്പോൾ പറഞ്ഞാൽ കേക്കൊന്നും വേണ്ട, എന്തിനാ അപ്പോൾ കേക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ അതൊന്നും ഇഷ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കേക്ക് വാങ്ങണമൊക്കെ തടുത്തു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ നാളെ അതിലെങ്ങനെ കൊണ്ടിട്ട് കൂടെ പോന്നപ്പോൾ എൻ്റെ കുഞ്ഞാമ്മേൻ്റെ അടുത്ത് കയറിയിരുന്നു. അപ്പോൾ അവിടുന്ന് കുഞ്ഞാമ്മ 4 മാങ്ങ തന്നീനും. അപ്പോൾ മാങ്ങ ഇരിക്കണുണ്ടേനും. അപ്പോൾ മാങ്ങയും പിന്നെ അയക്ക് എന്തൊക്കെയാണ് പാലോ ചൊവ്വരി എന്തൊക്കെയാണ് വേണ്ടി തന്നെ ആ സാധനങ്ങളൊക്കെ ഏതായാലും പിന്നെ പെരുന്നാൾക്ക് കിറ്റ് കിട്ടീന്. ആ കിറ്റ് കിട്ടിയത് ചൊവ്വരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകാണ്ട് മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകാണ്ട് ഓടി എന്തൊക്കെയോ മാങ്ങ കൊണ്ട് മാംഗോ ക്യാഷോ എന്തോ ഒരു സാധനം കേട്ടോ പേരെന്ന് വെച്ച് പറയാൻ കിട്ടണം കേട്ടോ. നമ്മൾ ഈ മാങ്ങ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ചേലായ ഞമ്മക്കല്ലേ. ഇപ്പോൾ ഏറിപ്പോയി നമ്മൾ മാംഗോ ജ്യൂസ് എന്നൊക്കെ പറയിക്കും. ഇതിന് വേറത്തെ ഒരു പേരാണ് മാംഗോ ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിച്ച പേരൊന്നും പറയാൻ കിട്ടണില്ല. ആ ഒരു സംഭവം ഉണ്ടാക്കാൻ കേട്ടോ. മാങ്ങ ഞാൻ ചെത്തി കൊടുത്തിന്. പിന്നെ ഞാനവിടുന്ന് പിന്നെ നിസ്കരിച്ചാനും കുളിച്ചാനും ഇതിനൊക്കെ പോയി എൻ്റെ ഇതിനൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓള് അതുണ്ടാക്കണ തിരക്കിലാണ്. അപ്പോൾ ആദ്യം മാങ്ങ ഞാൻ ചെത്തി ഓള് നുറുക്കിയൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ്. പിന്നെ അത് ലേശം പാല് മിക്സിക്ക് ഒഴിക്കും. ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ആൾക്കാർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വിവരണം പറഞ്ഞു തരാം. ആദ്യം മാങ്ങ നുറുക്കി വെച്ചിട്ടാണ്ട് മിക്സിക്ക് ലേശം പാല് വെച്ചിട്ടാണ്ട് ആ പാലും പറഞ്ഞാൽ ആ മാങ്ങ ജ്യൂസ് എടുത്തിട്ട് കുറച്ച് മാങ്ങകൾ മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ഡെക്കറേഷൻ ചെയ്യാനാണ് പോലെ. പിന്നെ ചൊവ്വരില്ലേ നമ്മളെ സാബൂനരി, ചൊവ്വരി എന്നൊക്കെ പറഞ്ഞാലൊക്കെ തിരിയോ തന്നെ ആവാം. നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ സാബൂനരിയില്ലേ അതാണ് വേവിച്ചത്. അത് വേവിച്ചുമ്പോൾ ഒരു നുള്ളിൽ ഉപ്പിട്ടാണ് ഇട്ടത്, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഞാൻ ഉപ്പിടാൻ മറന്നിരുന്നു, എന്നിട്ട് തന്നെ അത് വലിയ രസം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് വേവിച്ച് കാണ്ട് എടുക്കുകയും ചെയ്യാം. എന്നിട്ട് പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വേവിച്ച സാബൂനരി ഇപ്പോൾ ഞാൻ വേവിക്കണുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ചെയ്താൽ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ എനിക്കറിയാലോ. അപ്പോൾ ഏതായാലും അത് വേവിച്ചാൽ വെക്കുകയാണ്. അത് കഴിഞ്ഞാണ്ട് പിന്നെ മാംഗോ ജ്യൂസ് അടിച്ചു, പാലിൽ ജ്യൂസ് അടിച്ചു. മാംഗോ പാലിൽ ജ്യൂസ് അടിച്ചിക്കാണ്ട് അതൊരു പാത്രത്തിൽ പറഞ്ഞിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് പിന്നെ ഈ ചൊവ്വരി വേവിച്ചത് ഇട്ടുകൊണ്ട് ബാക്കി ലേശം പാലും കൂടി ഉണ്ട്. ആ പാല് ഒഴിച്ചിക്കാണ്ട് ലേശം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ നുറുക്കിക്കാണ്ട് ലേശം മാംഗോ വേറെ എടുത്ത് വെച്ചിരുന്നു. ആ മാംഗോയും ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെയാണ് ഈ പറഞ്ഞ സാധനത്തിന് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. പിന്നെ അത് ഉണ്ടാക്കിയൊക്കെ നിങ്ങൾ അങ്ങനെ കണ്ടോളൂ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ മാംഗോ ജ്യൂസ് അടിച്ച കാര്യമാണ്. അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളങ്ങനെ കണ്ടു നോക്കി. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഈ സർപ്രൈസ് ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അറിയാതിരിക്കാൻ പറ്റും. പിന്നെ ആ ഒരു അറിയാത്ത ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ മനസ്സിലിങ്ങനെ വരിക, മനസ്സിലാണിട്ടുള്ളത്. പെട്ടെന്ന് അറിയാതെ സർപ്രൈസ് കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഞാൻ അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കുന്നത് മൂപ്പര് പറഞ്ഞിട്ടില്ല, മൂപ്പര് സർപ്രൈസ് ആയിട്ട് ഞാനും പറഞ്ഞിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പോൾ 20-ാം തീയതി 21-ാം തീയതി ഞാൻ ഒരു വൈക്കല്ല ഞാൻ കക്കാടംപൊയിൽ അവിടെ റിസോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയിനു. അപ്പോൾ എന്നോട് അന്ന് ജോളേക്കൂടെ 500 രൂപ കൊടുക്കാൻ. എത്തിനെ പറയാൻ ഞാൻ കൊടുക്കില്ല, എനിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഡൗട്ട് കൊടുങ്ങിട്ടോ. എന്നാലും എത്തിനെ പറയണം. അപ്പോൾ എന്നോട് നമ്മളൊരു ഡ്രസ്സ് ഇങ്ങനെ ഓർഡർ ചെയ്യണം പറയുന്നത് പെരുന്നാൾക്ക്, അതിന് വേണ്ടിയിട്ടാണ് കാരണം. അപ്പോൾ ഞാൻ ഓളോട് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി ഞാൻ ഓളായിട്ട് എടുത്ത് ഇങ്ങനെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ കാട്ടി തരലുണ്ടായിരുന്നു. ഞാൻ നോക്കിയ ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടൊന്നും ചെപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടുകയാണെങ്കിൽ ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ഓളിനോട്. അപ്പോൾ ഞാൻ അത് കാര്യം നയിക്കുന്നതായിരിക്കും. എന്നാൽ കുറച്ച് ഓർഡർ ചെയ്താൽ ഞാൻ തരാമെന്ന് പറഞ്ഞോളോട്. അതിൽ പിന്നെ ഞാൻ ഇച്ചിരി ഡൗട്ട് ഇങ്ങനെ തോന്നട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടിപ്പിച്ച് കേക്ക് വാങ്ങാൻ പറയുകയാണെങ്കിൽ കേക്ക് വാങ്ങണ്ട പൈസക്ക് സർപ്രൈസ് ആണെങ്കിൽ ഇതിനോട് പറഞ്ഞു കേക്കൊക്കെ വാണ്ടീനല്ലേ. കേക്കിൻ്റെ അടുത്താണെന്ന് ഇപ്പം ചിന്നോടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വൈക്കൊക്കെ കേക്ക് ഉണ്ടാക്കിക്കൊള്ളണം. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് കേക്ക് ഉണ്ടാക്കാൻ എനിക്കന്ന് വേറെ വൈക്കൊക്കെ പോകാണ്ടായിട്ട് സമയവും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും കേക്കിൻ്റെ വിവരമല്ലാന്നും കരുതിയാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിച്ചറിയാനും നിന്നില്ല. പക്ഷെ ഞാൻ സർപ്രൈസായിട്ട് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിക്കാണ്ട് കിച്ചണിലുള്ള ഡ്രസ്സൊക്കെ മാറ്റിക്കാണ്ട് വേഗം സർപ്രൈസ് കൊടുക്കാനേക്കാണ്ട് ചെന്ന്
ആദ്യം ഒരു ഫോട്ടോ എടുക്കുക, ഈ എന്താ ഡ്രസ്സൊക്കെ മാറിയിക്കണമെന്നൊക്കെ ചോദിച്ചതിനോട്. അതിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഒരു പുതിയ പിക്ക് വെക്കാന്ന് പറഞ്ഞേക്കാണ്ട് പിന്നെ മോളെ അപ്പച്ചൻ്റെ ഫോണിലൊരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ആ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞേക്കാണ്ട് നിന്നുകാണ്ട് ഞാൻ വലിയ വെക്കാണ്ട് ഡ്രസ്സ് എടുത്തോണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ മൂപ്പര് തന്നെ ഇന്നെ പാളിയൊക്കെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അപ്പോൾ അതെടുത്തോണ്ടിരാണ്. മൂപ്പര് സർപ്രൈസ് തന്നെ വരും, ഞാനറിയില്ലല്ലോ. ബാപ്പി മകളും ഒത്തക്കാണ്, മകള് ഉമ്മാൻ്റെ ഒപ്പം ഒത്തു നിന്നു. അല്ല ബാപ്പാൻ്റെ ഒപ്പം ഒത്തു നിന്നു. ഞാൻ കുറേ ചോദിച്ചിട്ടുണ്ട് ഓളോട്, പക്ഷെ ഓൾ മുണ്ടിയില്ല. ഏതായാലും അപ്പോൾ ഈ സർപ്രൈസ് വീഡിയോ നിങ്ങൾ ഇങ്ങനെ കണ്ടു നോക്കി. ഇനി ഇവിടെ എൻ്റെ വോയിസിനൊരു പ്രസക്തി ഇല്ല, അതാണ് ഞങ്ങൾ സർപ്രൈസ്. അല്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മക്കളെങ്ങനെ സർപ്രൈസ് ഇട്ടുന്നത്. അതെല്ലാം ഭയങ്കര സന്തോഷമായി. അപ്പൊ നമുക്ക് സൈസ് ആക്കാം. സത്യം മക്കളെ ഡ്രസ്സ് ചെയ്ത് നോക്കിയാണ് ഈ ഡ്രസ്സ് കൊണ്ട് പോയപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോയതാണെന്നൊക്കെ കരുതിയത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഡ്രസ്സ് ചെയ്ത് നോക്കി വരട്ടെ, എന്നിട്ട് ഡ്രസ്സ് ചെയ്ത് വരട്ടെന്ന് കരുതിക്കാണ് നിൽക്കുകയാണ്. അപ്പോഴും ഈ എനിക്കുള്ള സർപ്രൈസ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ പെണ്ണത് കൊണ്ടുവരിക വല്ലാത്ത സാധനം. നിങ്ങളവിടെ നിൽക്കിയാൽ എന്നോട് പോകാനായിക്കാണില്ല. അപ്പോൾ ഇതിനാണ് സംഭവമേ, ഫോട്ടോ എടുക്കട്ടെ അവിടെ നിൽക്കിയാൽ എന്നോട്. അപ്പം ഞാൻ കാര്യമാണ് കരുതി. ഇവിടേക്ക് ഞാൻ എന്താ കരുതി നമുക്ക് ഇട്ടോക്കി രണ്ടാളും ഒരുമിച്ച് ഇട്ടോളി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എടുക്കാൻ പോയതാണെന്നല്ലേ. ഞാനപ്പോൾ ഡ്രസ്സ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കണ്ടിട്ടില്ല. പിന്നെ കണ്ടപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് ചെയ്ത് നോക്കി. പിന്നെ അതിന് ജോലിക്ക് പോകാനും വയ്ക്കണേ. അപ്പോൾ നേരം വെക്കിച്ചിട്ടുണ്ടല്ലേ അത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ അയച്ചില്ല എന്നെ ഓള്. അപ്പോൾ എടുക്കാൻ പോയതാണെന്നുള്ളത് ഞാൻ അറിയണ്ടേ. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിട്ട് വീഡിയോ എടുക്കണോണ്ട് ഞാൻ പിന്നെ വല്ലാതെ കാട്ടാതെ നിൽക്കുകയാണ്. ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസമുള്ള കളറാണ്. മീഷോയിൽ ഓർഡർ ചെയ്താണെങ്കിലും എനിക്ക് ഓപ്പൺ ഇല്ലാത്ത ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഷാൾ നെറ്റാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാനും ചുറ്റിയിടലല്ലേ, ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ സാധാ പോലെ അല്ലേ ഇടലുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതൊരു രണ്ടാളും ശരിക്കും സർപ്രൈസ് ആയിക്കണം. സർപ്രൈസ് ആയോ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞില്ല. വെറുതെ പറയട്ടമ്മ. ഞാൻ ശരിക്കും സർപ്രൈസ് ആയി. ഞാൻ പറഞ്ഞ പ്ലാന് ഇപ്പി പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല.